എപ്പിസോഡ് 73 ഇനി ഏതാനും ചെറിയ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബിഗ് ബോസ് ഹൗസിൽ. പക്ഷേ ഇന്ന് സംഭവബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യം മാത്രമല്ല, ഇന്ന് ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ നിന്ന് ഒരാളിപ്പോൾ ഔട്ടായിരിക്കുകയാണ്. അതാരാണെന്നുള്ള കാര്യം നമുക്ക് അവസാനം പറയാം, പക്ഷേ അത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കിയ ഒരാളാണ് ഔട്ടായിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആണെന്ന് സ്വയം വിചാരിച്ചിരുന്ന ഒരാൾ. അപ്പോൾ അതിലേക്ക് കടക്കും മുമ്പേ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനോട് കൂടിയാണ്. ഈ പ്രാവശ്യവും അനീഷിനെ തന്നെ എല്ലാവരും ജയിലിലോട്ടേക്ക് വിട്ടിരിക്കുകയാണ്. അതായത് 3 അല്ല 4 തവണയാണ് അനീഷ് വീട്ടിലോട്ടേക്ക്, അതായത് ജയിലിലോട്ടേക്ക് കയറി പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കൂട്ടായിട്ട് അനുമോളാണ് കൂടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അനീഷിനെ ഇവരെല്ലാവരും പറയുന്നത് അഭിനേതാവ് ഇങ്ങനെ അഭിനയിക്കല്ലേ. ആര്യനൊക്കെ നല്ല രീതിയിൽ അനീഷിനെ അഭിനേതാവ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നുണ്ട്. അതിൽ ഒരു സത്യമില്ലാതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരൊക്കെ അവിടെ റിയലായി നിൽക്കുന്നു. ഇയാൾക്ക് കുറച്ചൊരു ഓവർ ക്യാമറയുടെ അടുത്ത് പോയി പരിഭവം പറയുക. ഇതൊക്കെ ഒരു കുറേ കാലമായിട്ട് ഫോളോ ചെയ്ത് പലരും വന്നിരുന്ന ക്ലാസിക് സ്ട്രാറ്റജീസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് അനീഷ് ഈ കോപ്രായ കേളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്തായാലും കപ്പൊന്നും ഉയർത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്നുണ്ടായ വേറൊരു ഇമ്പോർട്ടൻ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസിന് കൊടുത്തിരിക്കുന്ന സീക്രട്ട് ടാസ്ക്കാണ്. കഴിഞ്ഞ സീക്രട്ട് ടാസ്ക് കുളം തോണ്ടിയ ഷാനവാസിന് അതിലെ ഔട്ടാക്കുക, അതൊരു മിഡ് വീക്ക് എവിക്ഷനിലോട് കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്രട്ട് ടാസ്ക്കാണ് കൊടുത്തത്. അതിൽ ആ ഷാനവാസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. അതിലെല്ലാവരും വീണു. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു സീക്രട്ട് ടാസ്ക്കാണ്. ഷാനവാസിനെ കൊണ്ട് അത്രേ പൊങ്ങൂ എന്നിവർക്കറിയാം. അതുകൊണ്ടൊരു സിമ്പിൾ സീക്രട്ട് ടാസ്ക്കാണ് അവർ കൊടുത്തത്. നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതിലേക്ക് അവസാനം റീയുണൈറ്റഡായി അവരുടെ ഫ്രണ്ട്ഷിപ്പ് പൂത്തുലഞ്ഞു. ആ തരത്തിലോട്ടേക്കാണ് എത്തിയത്. പക്ഷേ അവർ കൈവരെ കൊടുക്കാതെ ഹൗസിൽ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് അവർ സത്യം മനസ്സിലായത്. അതൊരു പ്രാങ്കാണെന്ന് മനസ്സിലാക്കുകയും അവർ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് ഗെയിൻ ചെയ്യുകയും ഒരു ഏട്ടൻ ഫിഗർ, ഒരു അച്ഛൻ ഫിഗറാണ് ഷാനവാസ് ആദിലയ്ക്ക് എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരിക്കെ ഈ വീക്ക് സാറ്റർഡേ സൺഡേ ഔട്ടായിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. UK-യിൽ നിന്നും വന്ന് തരംഗമുണ്ടാക്കാം എന്ന് വിചാരിച്ച ലക്ഷ്മി, വൈൽഡ് കാർഡായി വന്ന ലക്ഷ്മി ഏതാനും കുറച്ച് ആഴ്ചകളോടുകൂടി ഹൗസിൽ നിന്നും പെട്ടി മടക്കി സ്ഥലം വിടാൻ പോവുകയാണ് UK-യിലേക്ക് എന്ന് പറയാം നമുക്ക്. അതായത് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ലക്ഷ്മിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇടപെട്ട കേസുകളൊക്കെ നാറ്റക്കേസാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ വീക്ക് ഔട്ടാകാൻ പോകുന്ന വേറൊരാളും കൂടിയുണ്ട്. അത് ആദിലയാണ്. അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ളതാണ് ഇന്ന് ഈ പ്രാവശ്യം സീക്രട്ട് ടാസ്ക് കാൽക്കുലേറ്റഡ് ആയിട്ട് പോയിരിക്കുന്നത്. അത് ഷാനവാസ് ആദിലയെ പറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഷാനവാസിനെ കൊണ്ട് ടാസ്ക് ചെയ്യിപ്പിച്ചത്. ആദിലയോ അപ്പോൾ ഈ വീക്ക് ഔട്ടാവും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്.